കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. ദൈവവചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് ഇന്ന് നമ്മുടെ പഠനം പ്രവേശിക്കുകയാണ്. എവിഡൻസസ് ഓഫ് ഇസ്രായേൽസ് റിജക്ഷൻ ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിനെ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാർ ത്യജിച്ചു എന്നുള്ളതാണ് ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചൊരു കാര്യമാണ്, അല്ലേ? യേശു തന്റെ ശിഷ്യന്മാരോട് അവരുടെ ശുശ്രൂഷയെ കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. അവരെങ്ങനെയാണ് ശുശ്രൂഷയ്ക്ക് പോകേണ്ടത്, ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ വരുന്ന എതിർപ്പുകൾ എന്തൊക്കെയാണ്, ആ എതിർപ്പുകളുടെ നടുവിൽ ദൈവം നിങ്ങളെ എങ്ങനെ സഹായിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത് ഇസ്രായേലിന്റെ അടുക്കിലേക്ക് ജനത്തെ അയച്ചു. യേശു എങ്ങോട്ട് പോയി, അത് നമ്മൾ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു തന്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ച് തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. അപ്പോൾ യേശുവിന്റെ ശുശ്രൂഷ യേശു തുടരുകയാണ്. ശിഷ്യന്മാർ അവരുടെ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ 2-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ 2 മുതൽ 13-ാം അധ്യായത്തിന്റെ 53 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 11, 12, 13 അധ്യായങ്ങൾ യഹൂദന്മാർക്ക് ഉള്ളതായ എതിർപ്പിനെ കുറിച്ചാണ്. രാജാവിനോടുള്ള എതിർപ്പ്, ദ ഓപ്പോസിഷൻ ടു ദ കിങ്. രാജാവിനോടുള്ള എതിർപ്പാണ് ഈ വേദഭാഗത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. എന്താണ് ആ എതിർപ്പിന്റെ അനന്തര ഫലം? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അത് നമുക്ക് ഈ അധ്യായങ്ങളിൽ പരിശോധിക്കുവാനായിട്ട് കഴിയും. എവിഡൻസസ് ഓഫ് ഇസ്രായേൽസ് റിജക്ഷൻ ഓഫ് ജീസസ്. ഇസ്രായേൽ യേശുവിനെ നിരസിച്ചതിന്റെ 3 തെളിവുകളാണ് ഇന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. 2 മുതൽ 30 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. ആദ്യത്തെ 2 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് ചോദിച്ച ചോദ്യമാണ്, അതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ക്വസ്റ്റ്യൻസ് അബൌട്ട് കിങ്സ് ഐഡന്റിറ്റി. യേശു ക്രിസ്തു നീ തന്നെയാണോ എന്ന് യോഹന്നാൻ സ്നാപകൻ യേശുവിനോട് ചോദിച്ചതാണ് 2 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചത്. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ സന്ദേശത്തോട് അവര് മറുതലിച്ചതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 20 മുതൽ 24 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ their refusal to respond to king's invitation. യേശു കർത്താവ് രാജാവായവൻ ഈ ജനത്തെ ക്ഷണിച്ചു തന്റെ രാജ്യത്തിലേക്ക്, എന്നാൽ അവര് അതിനോട് പ്രതികരിക്കാതെ നിരസിച്ചു. അതാണ് 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കാണും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. 1, ക്വസ്റ്റ്യൻസ് ഫ്രം ദ കിങ്സ് ഫോർറണ്ണർ. ആരാണ് ഈ ഫോർറണ്ണർ, അല്ലെങ്കിൽ വഴിയൊരുക്കുന്നവൻ, അല്ലേ? യേശു പോകുന്ന വഴി യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കുന്നവനാണ്. അപ്പൊ ഈ യോഹന്നാൻ സ്നാപകന്റെ ചോദ്യമാണ് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം അതിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദ കൺഫ്യൂഷൻ ഓഫ് ദ കിങ്സ് ഫോർറണ്ണർ, യോഹന്നാൻ സ്നാപകന്റെ ആശയക്കുഴപ്പമാണ് 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. യോഹന്നാൻ സ്നാപകന്റെ ഉള്ളിലുണ്ടായ ഒരു ആശയക്കുഴപ്പത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.
ഇവിടെ യോഹന്നാൻ സ്നാപകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വരുവാനുള്ളവൻ നീയോ? ഈ വരുവാനുള്ളവൻ എന്ന പ്രയോഗം യോഹന്നാൻ സ്നാപകൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന ഒരു കാര്യമാണ് 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ. അപ്പോൾ വരുന്നവൻ എന്നുള്ള വാക്ക്, ദ കമ്മിങ് വൺ എന്നുള്ള പ്രയോഗം യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് മുന്നമേ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ, എന്റെ പിന്നാലെ വരുന്നവൻ, എന്നെ ദൈവം അയച്ചിരിക്കുന്നു, എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അത് നീ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമാണ് യോഹന്നാൻ സ്നാപകൻ ഇവിടെ ചോദിക്കുന്നത്. ഈ യോഹന്നാന്റെ പ്രസംഗം എന്തായിരുന്നു? യോഹന്നാന്റെ പ്രസംഗമെല്ലാം മാനസാന്തരപ്പെടാത്ത, ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീയിൽ ഇട്ട് കളയും എന്നുള്ളതാണ് യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ വിഷയം. വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു ന്യായവിധിയെ കുറിച്ചാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയ ന്യായവിധി. അപ്പോൾ ആ ന്യായവിധിയെ കുറിച്ച് പറയാം. അങ്ങനെ ന്യായവിധിയെ കുറിച്ച് പ്രസംഗിച്ച യോഹന്നാൻ പിന്നെ ഒരു അവസരത്തിൽ എവിടെ എത്തിയെന്നറിയാവോ? ഇത് പ്രസംഗിച്ച യോഹന്നാൻ കാരാഗൃഹത്തിലെത്തി. ആരാ കാരാഗൃഹത്തിൽ അടച്ചത്? ഹെരോദാവ്. ആരായി ഹെരോദാവ്? തന്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കിയ ദുഷ്ടത പ്രവർത്തിച്ച മനുഷ്യനാണ്. അവന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നീ ചെയ്തത് ശരിയല്ല, നീ മാനസാന്തരപ്പെടണം. ഇത് പ്രസംഗിച്ചപ്പോ നീതി പ്രവർത്തിക്കുന്ന യോഹന്നാൻ കാരാഗൃഹത്തിലായി. ദുഷ്ടത പ്രവർത്തിച്ച ഹെരോദാവ് കൊട്ടാരത്തിൽ വിലസുകയാണ്. സ്വാഭാവികമായും യേശു ആണെങ്കിൽ ന്യായവിധി ഒന്നും നടപ്പിലാക്കുന്നതുമില്ല. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് യോഹന്നാന്റെ ഉള്ളിൽ ഒരു ചോദ്യം വരികയാണ്. എന്താ ചോദ്യം? വരുവാനുള്ളവൻ നീ തന്നെയാണോ? എനിക്ക് വല്ല മിസ്റ്റേക്കും പറ്റിയോ? അല്ല, ഞാൻ ആദ്യം സ്നാനം കഴിക്കുമ്പോൾ കൃത്യമായ ഇൻഡിക്കേഷൻ ഉണ്ടാകുന്നല്ലോ. അതെ, അത് സ്വർഗീയ ദർശനം കിട്ടിയ ആള് എങ്ങനെ സ്ലിപ്പായി അതെ, അതാ നമ്മള് മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഞങ്ങള് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വായിച്ചപ്പോ പത്രോസ് യേശുവിനെ തള്ളി പറയുന്ന ഭാഗമൊക്കെ വായിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, മക്കളെ, നമ്മൾ എത്ര ഭക്തനാന്ന് പറഞ്ഞാലും നമ്മൾ ഇത്രയേ ഉള്ളൂ. ഏതാ? ഞാൻ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാന്ന് പറയുന്ന നമ്മൾ തന്നെയാണ് എനിക്ക് ആ യേശുവിനെ അറിയ പോലും ഇല്ല എന്ന് പലപ്പോഴും പറയുന്നത്. അതുകൊണ്ട് നമ്മള് ഇത് മനസ്സിലാക്കണം. യോഹന്നാൻ സ്നാപകൻ ഇത്രയും ധീരനായ, ഇത്രയും ധൈര്യത്തോടെ വചനം പ്രസംഗിക്കുന്ന, ഹെരോദാവിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന യോഹന്നാൻ ഇപ്പോ ഒരു സംശയം. കാരണം ഞാൻ വിചാരിച്ച പോലല്ല. കാരണം എന്താണെന്നറിയോ? യോഹന്നാൻ സ്നാപകൻ പ്രവാചകനാണ്, അവൻ ദൈവമല്ല. അവനെല്ലാം അറിഞ്ഞുകൂടാ, ദൈവത്തിന്റെ എല്ലാ പദ്ധതി അറിഞ്ഞുകൂടാ. വളരെ കുറച്ച് കാര്യങ്ങളെ അവൻ അറിയാവുള്ളൂ. അവന്റെ വേഷം മാത്രമേ അവൻ അറിയാവുള്ളൂ. ആദ്യം അന്തോ അറിയുന്നവനല്ല അവൻ. അതുകൊണ്ട് അവന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? ഒരു ആശയക്കുഴപ്പം വരാനായിട്ട് ഇടയായി തീർന്നു. അവൻ ജയിലിൽ കിടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ചോദ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴാണ് ഈ സംശയങ്ങളും ചോദ്യങ്ങളും ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്? എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മളും ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ശരിക്കും അല്ലേ? ശരിക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളൂ. യോഹന്നാൻ സ്നാപകനും അത് തന്നെ സംഭവിക്കുകയാണ്. നമ്മള് സന്തോഷമായിട്ട് പോകുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒരു ചോദ്യമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ യേശു അതിന് കൊടുത്ത മറുപടി എന്താണ്? യേശു കൊടുത്ത മറുപടിയാണ് 4 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. യേശു ആ യോഹന്നാന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞയച്ച മറുപടിയാണ് നമ്മളവിടെ വായിക്കുന്നത്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു,
ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. എന്താ യോഹന്നാൻ യേശു കൊടുത്ത മറുപടി? നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അവന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ മതി. ഇത് തന്നെയാണ് അവന് കൊടുക്കുന്ന ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത്. യോഹന്നാൻ ഒരു വലിയ അടയാളം നേരത്തെ കണ്ടതാ. യേശുവിനെ സ്നാനം കഴിപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. പക്ഷെ ജീവിതത്തിൽ ഒരു സംശയം വന്നപ്പോൾ അതൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക മാത്രമാണ് യേശു ഇവിടെ ചെയ്യുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് യേശു ഒരു മറുപടി പറയുന്നുണ്ട്. എന്താ മറുപടി പറഞ്ഞെന്ന് നോക്കിയേ, 5-ാമത്തെ വാക്യത്തിൽ 6-ാം വാക്യത്തിൽ, എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. ദൈവരാജ്യത്തിൽ ആരാണ് ഭാഗ്യവാൻ? വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോകാതെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിന്റെ പറയാൻ കാരണം എന്നാ? ഇടറിപ്പോകാൻ സാധ്യതകളുണ്ട്, ഇടറിപ്പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇടറിപ്പോകണമെന്നല്ല കർത്താവ് പറഞ്ഞത്. ഇടറിപ്പോയാലും കുഴപ്പമില്ലെന്നും അല്ല പറഞ്ഞത്. ഇടറിപ്പോകാനുള്ള സാധ്യത നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ വഴിയെ പോയാൽ പാമ്പ് കടിക്കാൻ സാധ്യതയുണ്ട്, എന്നാ പാമ്പ് കടിച്ചോട്ടെ എന്നാണോ? അല്ല, ശ്രദ്ധിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. എന്നതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്, എന്നാൽ ഇടറിപ്പോകട്ടെ എന്നല്ല, ജാഗ്രതയുള്ളവരായിരിക്കണം എന്നാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്ന ഒരു കമന്റ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 11-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്. ദ കമൻഡേഷൻ ഓഫ് ദ കിങ്സ് ഫോർ റണ്ണർ. തനിക്ക് വഴിയൊരുക്കുന്നവനെ കുറിച്ച് എന്താണ് യേശു പറഞ്ഞത്? 7-ാമത്തെ വാക്യം മുതൽ. അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല. എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ രാജഗ്രഹങ്ങളിലല്ലയോ? അല്ല. എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു കർത്താവ് ഇവിടെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്. ഇതെന്താ ഈ പറയുന്നത് നമുക്ക് തോന്നിപ്പോകും അല്ലേ? ആദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കാണുവാനാണ് മരുഭൂമിയിലേക്ക് പോയത്? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? ഈ കോണ്ടെക്സ്റ്റിൽ അത് നല്ല ഒരു ഉദാഹരണമാണ് അല്ലേ? ഒരു നല്ല സംശയം ചോദിച്ചിട്ട് നിൽക്കുകയാണ് യോഹന്നാൻ സ്നാപകൻ. പക്ഷെ യേശു എന്താ പറഞ്ഞെന്നറിയാമോ? യേശു പറയുകയാണ്, അവനൊരു ചോദ്യം ചോദിച്ചെന്ന് കരുതി അവൻ കാറ്റിനാൽ ഉലയുന്ന ഒരു ഓടയെ പോലെയുള്ളവനല്ല. ഇത് പറയാനാ കർത്താവ് ശ്രമിക്കുന്നത്. ഇത് നമ്മളോട് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ വിശ്വാസത്തിൽ അലഞ്ഞുഴന്നു പോയൊരു മനുഷ്യനല്ല. അവന്റെ ഉള്ളിൽ ചോദ്യം ഉണ്ടായി, അതവൻ എന്ത് ചെയ്തു? ചോദിച്ചു. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവന്റെ വിശ്വാസത്തിൽ എന്ത് ചെയ്തില്ല? അവൻ ഉഴന്നുപോയില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, ഒരു ഓട എന്ന് പറയുമ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്ന സാദൃശ്യം എന്താണ്? ഒരു സംശയാലുവായ ഒരു വിശ്വാസിയെ കുറിച്ചാണ്. അല്ലെങ്കിൽ വിശ്വാസം ഇടയ്ക്ക് ഇങ്ങോട്ട് ഓടും, പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് ഓടും, അങ്ങനത്തെ ഒരു രീതിയിലല്ല. പിന്നെ എങ്ങനെയാണ്? അതിനെക്കുറിച്ച് 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയാണ്. അത് പുതിയ നിയമത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്, കർത്താവ് ഉദ്ധരിക്കുന്നുണ്ട്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. യെശയ്യാവ് 42:3, ഐസയാ 42:3. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഒരു സംശയം വന്നെന്ന് കരുതി, നീ അവിശ്വാസിയാണെന്ന് കരുതി നമ്മെ തള്ളിക്കളയുന്ന ഒരു ദൈവം അല്ല ദൈവം. തോമസിന് ഒരു സംശയം വന്നപ്പോൾ കർത്താവ് എന്താ ചെയ്തേ?
അവൻ നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച് കൈ കെട്ടിയിരിക്കുകയല്ല, പിന്നെയോ ആ ഒരൊറ്റയാളെ ഉറപ്പിക്കാൻ വേണ്ടി ശിഷ്യന്മാരുടെ നടുവിലേക്ക് എഴുന്നള്ളി വന്നൊരു കർത്താവ് നമുക്കുണ്ട്. ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി കർത്താവ് അവിടെ കടന്നു വരികയാണ്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയല്ല, പിന്നെ എന്ത് ചെയ്യും? അതിനെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നു, എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരക്ക് സമൻ. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? യാക്കോബ് പറയുകയാണ്, നമ്മൾ അങ്ങനെ അലഞ്ഞുഴലുന്ന വിശ്വാസികളാകരുത്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയെ ബാധിക്കും. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗമനത്തെ ബാധിക്കും. എപ്പോഴാണ് ആത്മീയമായിട്ട് വളരുന്നത്? നല്ല സ്ഥിരതയുള്ള ക്രിസ്തീയ ജീവിതം. സംശയിച്ചോളാൻ അല്ല കർത്താവ് പറഞ്ഞത്. പക്ഷെ സംശയം വന്നെന്ന് കരുതി എന്ത് ചെയ്യില്ല? ഉപേക്ഷിച്ച് കളയില്ല. സംശയിക്കുന്നവനെ കർത്താവ് ഉറപ്പിക്കും. എന്നാൽ നമ്മൾ സംശയിച്ചു പോകാനല്ല പറഞ്ഞത്, സംശയിക്കരുത് എന്നാണ് തിരുവചനം പറയുന്നത്. എഫേഷ്യൻസ് 4:14, എഫേസ്യ ലേഖനം 4:14 പറയുന്നത് എന്താണ്? അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായങ്ങളാലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. ശിശുക്കളുടെ പ്രത്യേകത എന്താ? അവരിങ്ങനെ ഉഴലും അല്ലേ? ഇന്ന് പറയും എനിക്ക് ഡോക്ടർ ആകണം, നാളെ പറയും എനിക്ക് ടീച്ചർ ആകണം, പിറ്റേ ദിവസം പറയും ക്രിക്കറ്റ് കളിക്കാരനാകണം, അടുത്ത ദിവസം പറയും എനിക്ക് പട്ടാളക്കാരനാകണം. ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം എന്നാ? ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ഇതുപോലെയാണ്. ഒരു സ്ഥലത്ത് ഒരു ഉപദേശം കേട്ടു, ചിലപ്പോ അതായിരിക്കും ശരിയെന്ന് ഓർത്ത് അങ്ങോട്ട് പോകും. അടുത്ത സ്ഥലത്ത് വേറൊരു ഉപദേശം കേട്ടു, എന്നാ പിന്നെ അതാണോ ശരി, ഇതുമാണോ അതാണോ, ഏത് കേട്ടാലും അത് ശരിയാണെന്ന് തോന്നും. അത് ആത്മീയമായി ബലപ്പെടാത്ത, വിശ്വാസത്തിൽ ഉറയ്ക്കാത്ത ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ്. വില്യം പെൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: right is right even if everyone is against it, and wrong is wrong even if everyone is for it. ശരി എപ്പോഴും ശരിയാണ്, എല്ലാവരും അതിനെതിരായാലും. തെറ്റെപ്പോഴും തെറ്റാണ്, എല്ലാവരും അതിന്റെ കൂടെ നിന്നാലും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ കേൾക്കും ഇതാണോ ശരി, അപ്പൊ കേൾക്കുമ്പോ അതാണോ ശരി, ഇത് നമ്മൾക്ക് ബാധകമല്ല. ഇപ്പൊ സമയം അത്രയായി. ഇപ്പോഴത്തെ സമയം നോക്കിയാൽ 8 മണിയാകാൻ 1 മിനിറ്റോടെ ബാക്കിയുണ്ട്, അല്ല 8:55 1 മിനിറ്റ് ബാക്കിയുണ്ട്. 8:40 8:49 ആയിട്ടുണ്ട്. എല്ലാവരും കൂടെ, നിങ്ങൾ എല്ലാവരും കൂടെ പറയണം, അല്ല ഇപ്പൊ 8:30 നിർത്തിക്കോ എന്ന് നിങ്ങൾ പറയാന്ന് കരുതുക. പക്ഷെ സമയം ഏതാ ശരി? നിങ്ങൾ എല്ലാവരും പറയുക. നമ്മുടെയൊക്കെ മിക്കവാറും വീട്ടിലെ ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റാ. എല്ലാ ക്ലോക്കും 10 മിനിറ്റ് ഫാസ്റ്റാ. പക്ഷെ സമയം എത്രയാ? 10 മിനിറ്റ് പറയില്ല എന്ന് പറയുന്ന പോലെ പള്ളിയിലൊക്കെ 10 മിനിറ്റ് ഫാസ്റ്റാ. കാരണം പ്രസംഗം നേരത്തെ നിർത്തിക്കോണം. അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിശ്വാസിയാകാനല്ല കർത്താവ് വിളിച്ചത്. പക്ഷെ എപ്പോഴെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ കർത്താവ് നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാനെ കുറിച്ച്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു അടുത്തതായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്ത് കാണുവാനാ മരുഭൂമിയിലേക്ക് പോയത്? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലല്ലയോ? യോഹന്നാന്റെ വസ്ത്രം ഏതായിരുന്നു? അവന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുന്നു, ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും. എനിക്കത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. ഭക്ഷണത്തെ കുറിച്ചൊന്നും വായിക്കുമ്പോൾ എനിക്ക് അത്രയും ഒരു ഫീലിംഗ് തോന്നാറില്ല. പക്ഷേ ഈ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും, അതും മരുഭൂമിയിൽ, എങ്ങനായിരിക്കും ആ മനുഷ്യരത് ധരിച്ച് നടന്നത്? അല്ല, അതിന് ഈ ഭയങ്കര ചൂടാണ് ഈ വസ്ത്രം, ഈ അതിന്റെ സ്കിൻ. മരുഭൂമിയിലെ മൃഗത്തിന്റെ രോമമല്ലേ? മനസ്സിലായോ? അപ്പൊ ഞാനത് വായിക്കും. എന്ന് പറഞ്ഞാൽ ഒട്ടും മാർദ്ദവമില്ലാത്ത പരിക്കെന്ന് പറഞ്ഞാൽ പോരാ,
വളരെ പരുക്കമായ വസ്ത്രം ധരിക്കും എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ക്യാരക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. ടഫ്നെസ്. ആ വ്യക്തി വളരെ ടഫാണ് എന്ന് പറഞ്ഞാൽ സോപ്പിട്ട് പറയുന്ന ഒരാളല്ല, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സർപ്പസന്തതികളെ എന്ന് മുഖത്ത് നോക്കി വിളിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കാണാനാണോ നിങ്ങൾ പോയത്, അതോ മാർന്ന വസ്ത്രം ധരിച്ചിട്ട് ഓം ശാന്തി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ കാണാനാണോ പോയത്? എന്ന് പറഞ്ഞാൽ സമാധാന മന്ത്രം ഉരുവിടുന്ന, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല യോഹന്നാൻ സ്നാപകനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവൻ വളരെ ടഫായിട്ടുള്ള ഒരു വ്യക്തിയാണ്. 9ഉം 10ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ യേശു കർത്താവ് അടുത്തൊരു ലെവലിലേക്ക് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്. അല്ല, നിങ്ങൾ എന്ത് കാണുവാൻ പോയി? പ്രവാചകനെ കാണുവാനോ? ആ ചോദ്യത്തിന് അല്ല എന്നല്ല കർത്താവിന്റെ ഉത്തരം. അതെ, എന്താണ്? പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 10ാം വാക്യത്തിൽ പറയാണ്, ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു പറയുകയാണ്, അവനാണ് പ്രവാചകൻ. വെറും പ്രവാചകനല്ല, പ്രവാചകനിലും മികച്ചവൻ. ഒരു പടി കൂടെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ള പ്രവാചകന്മാരിലും ഉയർന്നവനായ, ശ്രേഷ്ഠനായ ഒരു പ്രവാചകനാണ് യോഹന്നാൻ സ്നാപകൻ എന്നുള്ളതാണ്. യോഹന്നാൻ കണ്ടു, അത് വിശ്വസിച്ചു. എന്നാൽ നമ്മളോ? 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. അടുത്ത വാചകം എന്നാന്ന് നോക്കി, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. നമ്മളെ കുറിച്ചാ പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം? യോഹന്നാൻ ഒരു സംശയം തോന്നി. സംശയം തീർക്കാൻ യേശുവിന്റെ അടുത്ത് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു. അങ്ങനെയൊക്കെയാ വിശ്വസിച്ചത്. നമ്മളോ? കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ. ഇതാണ് അതിന്റെ പ്രസക്തി. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാ പറഞ്ഞത് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ. അതിന്റെ അർത്ഥം യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യത്തിൽ ഇല്ല എന്നല്ല, സ്വർഗരാജ്യത്തിൽ ഇല്ല എന്നല്ല. അതിന്റെ അർത്ഥം ബാക്കി എല്ലാവരും, ഇനി വിശ്വസിക്കാനിരിക്കുന്നവരെല്ലാം അതിൽ വലിയവരായിരിക്കും എന്നുള്ളത് കർത്താവ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല, മൂന്നാമതായി നാം അവിടെ വായിക്കേണ്ടത് 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകനെ കർത്താവ് ഐഡന്റിഫൈ ചെയ്യുകയാണ്. ഇവിടെ ആദ്യം കണ്ടത് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാണ്. ആരാണ് യേശു? വരുവാനുള്ളത് നീ തന്നെയാണ്. ഇവിടെ യേശു യോഹന്നാൻ സ്നാപകൻ ആരാണ് എന്ന് ഒന്ന് സൂചിപ്പിക്കുകയാണ്. നോക്കിയാട്ടെ, 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ 12ാമത്തെ വാക്യം എന്താണ് അർത്ഥമാക്കുന്നത്? യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ, യേശു പറയുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ജീവിച്ചിരിപ്പുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? ഒരുപാട് വ്യാഖ്യാനങ്ങളുള്ള ഒരു വാക്യമാണ്. ഞാൻ ഇതിനെ കുറിച്ചുള്ള കുറെ വ്യാഖ്യാനങ്ങൾ വായിച്ചു. പക്ഷെ ഞാൻ ശരിയൊന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത് ദൈവരാജ്യത്തിനെതിരെ ഉണ്ടാകുന്ന വയലൻസിനെ കുറിച്ചാണ്. ദൈവരാജ്യത്തെ എതിർക്കുന്നവർ. ഇപ്പോൾ യേശു ഇത് പ്രസംഗിക്കുമ്പോൾ യഹൂദന്മാരായ പുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഉണ്ട്. അതിനകത്ത് മതമേലധ്യക്ഷന്മാരുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ പ്രതിയോഗികളുണ്ട്.
അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ അനേകരും സ്വർഗരാജ്യത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്? അവർ ബലമായിട്ട് പിടിച്ചെടുക്കുകയാണ്. എന്നാൽ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. ആരാണ് ഈ യോഹന്നാൻ എന്ന് യേശു കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയാണ്. എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് അറിയാമോ? വരുവാനുള്ള ഏലിയാവ് എന്ന് പറഞ്ഞാൽ, ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാവ് 40:3 മലാഖി 3:1 വരുവാനുള്ള ഒരു ഏലിയാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഏലിയാവ് ആരാണ്? അത് യോഹന്നാൻ സ്നാപകൻ. അത് കൃത്യമായി സംശയത്തിന് ഇടയില്ലാതെ വണ്ണം യോഹന്നാനെ കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ യോഹന്നാനെ കുറിച്ചുള്ള പ്രവചനം നിവൃത്തിയാണ് നടന്നു കഴിഞ്ഞതെന്ന് യേശു യഹൂദന്മാരോട്, പരീശന്മാരോട് ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. യെശയ്യാവ് 40:3 മലാഖി 3:1 ഈ 2 വാക്യങ്ങളിൽ ഈ വരുവാനുള്ള ഏലിയാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രവചനം യോഹന്നാൻ സ്നാപകനിലൂടെ നിവൃത്തിയായി എന്ന് യേശു വിരൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ പ്രവചനം നിവൃത്തിയായി. അതാരാണ്? ഈ യോഹന്നാൻ സ്നാപകനാണ്. അല്ലാതെ അവൻ കാറ്റിനാൽ ഉലയുന്ന ഓടയല്ല, അവൻ മാർദ്ദവസ്ത്രം ധരിച്ചു നടക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല, ടഫായിട്ടുള്ള ഒരാളാണ്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടതെന്താണ്? അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, പ്രവാചകനാണ്, പ്രവാചകനിലും മികച്ചവനാണ് എന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള എല്ലാ പ്രവചനവും നിവൃത്തിയായിട്ടില്ല. നിവൃത്തിയായോ? ഒരു വാക്യം ഒന്ന് വായിച്ചേ. മലാഖി 4:5-6. മലാഖി 4:5-6 വാക്യങ്ങൾ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാളിൽ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ 2 സാക്ഷികളുണ്ട്. ആ 2 സാക്ഷികളിൽ ഒരാൾ ആരായിരിക്കാം? ഏലിയാവ്. ഈ ഏലിയാവ് എന്ത് ചെയ്യുന്ന ഇപ്പൊ നമ്മൾ വായിച്ചേ? അവൻ വന്ന് അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. പിന്നെ 5-6 വാക്യം. അപ്പൊ ഇവിടെ ഈ പ്രവചനം നിവൃത്തിയായോ? ഇല്ല. അത് കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിലാണ്. അത് ആദ്യത്തെ നമുക്കത് പറയാൻ പറ്റില്ല. നമുക്ക് അതിനെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ജഡ്ജ്മെന്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഏലിയാ പ്രവാചകനെ കുറിച്ചുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഏലിയാവിന്റെ കാലത്തിന് ശേഷമാണ് ഈ പ്രവചനം വന്നിരിക്കുന്നത്. മലാഖി പ്രവചനത്തിൽ അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ളതാണ്, അല്ലേ? യോഹന്നാൻ സ്നാപകനിലൂടെയാണ് ആ പ്രവചനം നിവൃത്തിയായത്. അതായത് മലാഖി 3:1 യെശയ്യാവ് 40:3 പ്രവചനം നിവൃത്തിയായത്. എന്നാൽ മലാഖി 4:5-6 വാക്യങ്ങളിൽ ഏലിയാവിനെ കുറിച്ച് ഒരു പ്രവചനമുണ്ട്. ആ പ്രവചനം എപ്പോഴേ നിവൃത്തിയാകൂ? അത് അന്ത്യകാലത്തെ നിവൃത്തിയാകും. അത് യോഹന്നാൻ സ്നാപകനാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഏലിയാവെന്ന് യോഹന്നാൻ സ്നാപകനെ വിളിച്ചതിന്റെ അർത്ഥം എന്താ? ഏലിയാവിന്റെ ആത്മാവിന്റെ ശക്തിയോടെ, ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ശുശ്രൂഷിച്ച ഒരു ഭക്തനായിട്ടാണ് യേശു യോഹന്നാൻ സ്നാപകനെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പറയാനായിട്ടാണ് ഞാനിത് ശ്രമിച്ചത്. ഇനി നമ്മളവിടെ വായിക്കുന്നു 16 മുതലുള്ളതായ വാക്യങ്ങളിൽ the dissatisfaction with the king and his foreign. ഈ യഹൂദന്മാർക്ക് യോഹന്നാൻ സ്നാപകനെ കുറിച്ചും യേശുവിനെ കുറിച്ചുമുള്ള അസംതൃപ്തി, അതിനെ കുറിച്ച് കർത്താവ് വിവരിക്കുകയാണ്. നോക്കിയാട്ടെ 16 മുതൽ. കർത്താവ് അവരെ കുറിച്ച് പറയുന്ന വാക്കുകളൊന്നും ശ്രദ്ധിക്കണം.
എന്നാൽ ഈ തലമുറയെ ഞാൻ ഏതിനോട് ഉപമിക്കേണ്ടു? ചന്തസ്ഥലങ്ങളിൽ ഇരുന്ന് ചങ്ങാതികളോട്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു, അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് അവർ പറയുന്നു. ജ്ഞാനമോ തന്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ ഇതിനു മുമ്പ്? എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? ഇവിടെ ഈ തലമുറയെ ഞാൻ ഏതിനോട് ഉപമിക്കേണ്ടു? എന്നിട്ട് കർത്താവ് ഒരു ഉദാഹരണം പറയുകയാണ്. ചന്തസ്ഥലങ്ങളിൽ ഇരുന്ന് ചങ്ങാതികളോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് നിങ്ങൾ തുല്യരാണ്. എന്താ അതിന്റെ അർത്ഥം? ചന്തസ്ഥലങ്ങളിൽ ഇരുന്ന് പറയുന്ന ഒരു കാര്യമാണ്. കുഴലൂതിയാൽ നൃത്തം ചെയ്യണം, അതായത് നൃത്തം ചെയ്യാനുള്ള കുഴലൂതുകയാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? വിലാപം പാടി മാറത്തടിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായി ഉണ്ടാകേണ്ട പ്രതികരണം. നിങ്ങൾ അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ പ്രസംഗിച്ച വചനത്തോട് ശരിയായി പ്രതികരിച്ചിട്ടില്ല. അതാണ് കർത്താവ് അവിടെ പറയാനായി ശ്രമിച്ചത്. ദ പീപ്പിൾ ഫൗണ്ട് ഫോൾട്ട് വിത്ത് വാട്ട് എവർ ജീസസ് ഡിഡ്. യേശു ചെയ്തതിനെ എല്ലാവരും വിമർശിക്കുക. എന്താ അതിനൊരു ഉദാഹരണം താഴെ പറയാണ്, 18-ാം വാക്യത്തിൽ പറയാണ്, യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു. നിങ്ങൾ എന്തോ പറഞ്ഞു? അവന് ഭൂതമുണ്ട്. 19-ാം വാക്യത്തിൽ യേശു തിന്നും കുടിച്ചും കൊണ്ട് വന്നു. അപ്പൊ നിങ്ങൾ എന്തോ പറഞ്ഞു? തിന്നും തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? കർത്താവ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതല്ല. ഇവര് എന്ത് ചെയ്താലും വിമർശിക്കാൻ നിൽക്കുന്നവരാണ്. കർത്താവ് ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി അല്ല ഇതൊന്നും കേൾക്കുന്നത്, നിങ്ങൾ വിമർശിക്കാൻ വേണ്ടി. ചിലർ അങ്ങനെയല്ലേ, എന്ത് പറഞ്ഞു അവർ വിശ്വസിക്കും. നമ്മൾ ദൈവം ഉണ്ടെന്നുള്ളതിന് തെളിവ് പറ. നമ്മള് തെളിവ് പറഞ്ഞത് കേട്ട് വിശ്വസിക്കാൻ വേണ്ടിയല്ല, പിന്നെന്താ? അടുത്ത പോയിന്റ് ആർഗ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അതിനകത്ത് ഒരു കഥയില്ല. നമ്മൾ വിചാരിക്കരുത്, അയ്യോ ഞാനൊരു നല്ല തെളിവ് കൊടുത്താൽ നീ വിശ്വസിക്കാൻ. അങ്ങനല്ല. തെളിവ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവർ വിശ്വസിക്കാൻ വേണ്ടിയല്ല. കുഴൽ ഊതുമ്പോൾ നൃത്തം ചെയ്യാനും വിലാപം പാടാനും മാറത്തടിക്കാനും അനുയോജ്യമായ പ്രതികരണം നടത്താൻ വേണ്ടിയല്ല. പിന്നെന്താണ്? വിമർശിക്കാനുള്ള വഴി നോക്കുന്നു എന്ന് മാത്രമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞു ഭൂതമുണ്ട്, യേശുവിനെ കുറിച്ച് പറഞ്ഞു അവൻ തിന്നിയും കുടിയനുമായ മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ദ കിങ്ഡം, ദൈവരാജ്യത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? അത് ദൈവത്തിന്റെ കാഴ്ചപ്പാടുമായി ചേർന്നു പോകുന്നതാണോ? ഈസ് ഇറ്റ് ഇൻ ലൈൻ വിത്ത് ദ ഗോഡ്സ് കോൺസെപ്റ്റ്? ദൈവത്തിന്റെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും ഒന്നല്ലെങ്കിലോ? ഇപ്പൊ ഞാനിവിടെ ദൈവവചനം പഠിപ്പിക്കാനാണ് വരുന്നത് അല്ലെ? അപ്പൊ ഞാൻ പഠിപ്പിക്കുമ്പോ വലിയ തട്ടുപൊളിപ്പം പ്രസംഗമല്ല പറയുന്നത്. ഞാൻ പ്രസംഗിക്കാൻ വിളിക്കുന്ന സ്ഥലത്ത് പോയി പ്രസംഗിക്കും. പക്ഷെ ഇവിടെ വരുന്ന പ്രസംഗിക്കാനല്ല, ഇവിടെ ബൈബിൾ ക്ലാസ് ആണ്. വലിയ ഇമോഷണലി ചിലപ്പോ സാറ്റിസ്ഫൈ ഇല്ല അല്ലെ? ചിലപ്പോ ചില മടുപ്പൊക്കെ തോന്നിയേക്കാം. കാരണം എന്നാ, ചില കട്ടിയായ കാര്യങ്ങളൊക്കെ ചിലപ്പോ പറയും. അതേസമയം നല്ല കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളാ പറയുന്നെങ്കിലും കേട്ടേച്ച് പോകുമ്പോ കൊള്ളാം. അത് പ്രസംഗിക്കുമ്പോ ഞാനത് പറയും, കാരണം അത് പ്രസംഗമാണ്. പക്ഷെ ബൈബിൾ ക്ലാസ് അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ബൈബിൾ എന്തു പറയുന്നു? എന്നാൽ ദൈവവചനത്തിൽ സന്തോഷിക്കുന്ന വ്യക്തി ബൈബിൾ ക്ലാസ്സിലും സന്തോഷിക്കും, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും ഞാൻ പറയുന്ന മറ്റൊന്നും ആകുമ്പോൾ ചേരാതെ വരും അല്ലേ? ശരിയല്ലേ? അതാണ് ഇവിടെ യേശു ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ഇതൊന്നും അല്ല. നിങ്ങൾക്കൊരു ശരിയായ സ്പിരിച്വാലിറ്റി അല്ല വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് മറ്റെന്തോ ആണ്. ഇത് കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമ്മൾ അവിടെ കവർ ചെയ്തു. ഒന്ന് എന്തായിരുന്നു? യോഹന്നാൻ സ്നാപകന്റെ ചോദ്യവും അതിനുള്ള ഉത്തരവും. 2, ഇൻ ഡിഫറൻസ് ടു ദ കിങ്സ് മെസ്സേജ്.
യേശുവിന്റെ പ്രസംഗത്തോട് അവർ പുറംതിരിഞ്ഞു നിന്നത്, മറുതലിച്ചതാണ് നമ്മൾ ഇനി കാണുന്നത്. യേശു വിലപിക്കുന്ന പോലുള്ള ഒരു വാക്യങ്ങളാണ് കേട്ടോ. നോക്കിയേ, 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരസിനെ നിനക്ക് ഹാ കഷ്ടം, ബേത്സയിദയെ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ മാനസാന്തരപ്പെടാത്ത പട്ടണങ്ങൾക്ക് വരുന്ന ന്യായവിധിയെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അങ്ങനെ ന്യായവിധിയെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഏതൊക്കെ പട്ടണങ്ങളുടെ പേര് പറഞ്ഞു? 1 കോരസീൻ, 2 ബേത്സയിദ, അല്ലേ? എന്നിട്ട് പറയുകയാണ്, നിങ്ങളിൽ എന്തുമാത്രം വീര്യപ്രവർത്തികളാണ് നടന്നത്. 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. മിക്കതും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത്ഭുതം നടന്ന സ്ഥലമാണ് കോരസീനും ബേത്സയിദയും. അപ്പൊ അവിടെ കർത്താവ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഒരുപാട് അത്ഭുതം നടന്നു, പക്ഷെ മാനസാന്തരം നടന്നില്ല. ഇത് ഒരു വലിയ പ്രശ്നമാണ്. അത്ഭുതം നടന്നു, മാനസാന്തരം നടന്നില്ല. പാപത്തെ കുറിച്ച് അനുതാപം ഉണ്ടാകുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ പോലും അവരുടെ അനുദിന ജീവിതത്തിൽ പാപത്തെ കുറിച്ച് മാനസാന്തരപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു ദൈവവചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പാപത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പ്രസംഗങ്ങൾ വേണം നമ്മൾ കേൾക്കാൻ. ഇല്ലേ, നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ പറയും, എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം. ഈ സന്തോഷിപ്പിക്കുന്ന വാക്യം മാത്രം കേട്ട് കഴിഞ്ഞാൽ അപകടമാണ്. നമ്മൾ മാനസാന്തരപ്പെടില്ല. നമ്മളിങ്ങനെ സന്തോഷിച്ചിങ്ങനെ പോകും. അതല്ല, തിരുത്തലുകൾ വരുത്തുന്ന കർത്താവ് അതാ പറഞ്ഞത്. കർത്താവ് അത്ഭുതം മാത്രം ചെയ്യല്ലോ, ധാരാളം അതിനും അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അവരോട് പറയുകയാണ്, എന്തുമാത്രം അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടതാണ്. പിന്നീട് 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീയോ കഫർനഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണു പോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സൊദോമിൽ നടന്നിരുന്നുവെങ്കിൽ. സൊദോമിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം, അല്ലേ? ദൈവം തീ ഇറക്കി നശിപ്പിച്ച പട്ടണമാണ്. സൊദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് മാനസാന്തരപ്പെട്ടനെ. നിന്റെ അടുത്ത് ചെയ്ത അത്ര അത്ഭുതം, അത്രയും മോശമായ സൊദോമിൽ നടന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അവര് മാനസാന്തരപ്പെടുമായിരുന്നു. 24. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സൊദോമ്യരുടെ നാടിന് സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനഹൂമിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, കഫർനഹൂം സൊദോമിനേക്കാൾ മോശമാണ്. കോരസീനും ബേത്സയിദയും ടയറിനേക്കാളും സോരിനേക്കാളും സീദോനേക്കാൾ മോശം അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ അവരെ വിളിക്കുകയാണ് മാനസാന്തരപ്പെടുക. എവിടെ? അത്ഭുതങ്ങൾ നടന്ന പട്ടണത്തെ നോക്കി പറയുകയാണ്, യു നീഡ് റിപ്പന്റൻസ്. നിങ്ങൾക്ക് വേണ്ടത് മാനസാന്തരം. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുഴ മാറാം, പനി മാറാം, നമുക്ക് ക്യാൻസർ മാറാം, പക്ഷെ മാനസാന്തരം നടന്നില്ലെങ്കിലോ? അനേകം ആളുകൾ മാനസാന്തരപ്പെടാത്ത ക്രിസ്ത്യാനികളായിട്ട് തുടരുകയാണ്. ഇതാണ് ഏറ്റവും വലിയ അപകടം. ഇതാണ് ഏറ്റവും വലിയ പിശാചിന്റെ ചതി. അത്ഭുതം നടന്നോട്ടെ, സ്തോത്രം, പക്ഷേ അതിലും വലിയ അത്ഭുതമാണ് മാനസാന്തരം. പാപിയുടെ മാനസാന്തരം പോലെ ഒരു വലിയ അത്ഭുതം ലോകത്ത് വേറെ ഇല്ല. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കോരസീനിലും ബേത്സയിദയിലും കഫർനഹൂമിലും നടന്ന അത്ഭുതങ്ങൾ ഇത്രയും നടന്നിട്ട് അവിടെ മാനസാന്തരം നടന്നില്ല എന്ന് പറയുമ്പോൾ കർത്താവ് മാനസാന്തരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എന്തുമാത്രമാണ്, നമ്മളതൊരിക്കലും മറന്നുപോകാനായിട്ടിടയാകരുത്. മൂന്നാമത്, ഇത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു പാസേജ് കേട്ടോ, 25 മുതൽ
27 വരെയുള്ള വാക്യങ്ങൾ. ദ കിങ്സ് ഇൻവിറ്റേഷൻ ടു ദ റിപ്പൻഡന്റ്. മാനസാന്തരപ്പെട്ടവരോട് കർത്താവ് പറയുന്ന ചില വാക്കുകളാണ്. നോക്കിയാട്ടെ 25 മുതലുള്ള വാക്യം. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. അതെ, എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവരുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇവിടെ മുതൽ കർത്താവ് വ്യക്തികളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇതുവരെ ഇസ്രായേൽ രാഷ്ട്രത്തെയാണ് അഭിസംബോധന ചെയ്തത്. ഇസ്രായേൽ രാഷ്ട്രം മാനസാന്തരപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ കർത്താവ് പറയുകയാണ്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക്, വ്യക്തികളെ കുറിച്ച് കർത്താവ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് യഹൂദൻ എന്ന ജ്ഞാനികൾ, ദൈവവചനം പഠിച്ചവർ, ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ചവർ, അവർക്കല്ല. പിന്നെ ആർക്കാ? ഇവരുടെ കണ്ണിൽ ശിശുക്കളായ ജാതികളിൽ നിന്ന് പാവം പിടിച്ച, ദൈവമില്ലാതെ പാപത്തിൽ മരിച്ചു കിടക്കുന്ന ശിശുക്കൾക്ക് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. ഇവിടെ ഒരു മേജർ ഷിഫ്റ്റ് ആണ്. വ്യക്തികളോട് കർത്താവ് അഭിസംബോധന ചെയ്യുകയാണ്. മാത്രമല്ല, കർത്താവ് അവരെ വിളിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? കർത്താവ് അവരോട് പറയുകയാണ്, അവിടെ ഒരു വേർതിരിവ് കൊണ്ടുവരികയാണ്. എന്താ വേർതിരിവ്? വിശ്വസിക്കുന്നവൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് വേർതിരിക്കപ്പെടുകയാണ്. ഇനി മുതൽ നിങ്ങൾ ഇസ്രായേൽ അല്ല, നിങ്ങൾ ആരാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എന്ന നിലയിലാട്ടോ. രാഷ്ട്രം എന്ന നിലയിൽ നിങ്ങൾ ഇനി ഇസ്രായേൽ അല്ല. നിങ്ങളൊരു പുതിയ നിയമ ഉടമ്പടിയിലേക്ക് കടക്കുകയാണ്. പഴയ ഉടമ്പടി ദൈവം ഇസ്രായേൽ രാഷ്ട്രത്തോട് നടത്തുന്ന ഉടമ്പടി ആയിരുന്നെങ്കിൽ, പുതിയ ഉടമ്പടി ദൈവം വ്യക്തികളോട് ഏർപ്പെടുന്ന ഉടമ്പടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? പഴയ ഉടമ്പടി ദൈവം ഇസ്രായേൽ രാഷ്ട്രത്തോടാണ് നടത്തിയതെങ്കിൽ, പുതിയ ഉടമ്പടി ദൈവം വ്യക്തികളോടാണ് നടത്തിയത്. അതിന്റെ അർത്ഥം, ജീസസ് ഹു റിജക്റ്റഡ് ജീസസ്, Jews who rejected Jesus, രക്ഷ വ്യക്തിപരമാണ്, അതിനകത്ത് സംശയമില്ല. പക്ഷെ ദൈവത്തിന്റെ ഉടമ്പടിക്ക് വരുന്ന മാറ്റമാണ്, ഉടമ്പടിയിൽ വരുന്ന മാറ്റം. യഹൂദന്മാർ യേശുവിനെ നിരസിച്ചവർക്ക് എന്തോ, അവർക്ക് യേശുവിന്റെ ഒരു ആവശ്യകത തോന്നിയില്ല. നമ്മളിവിടെ വായിക്കുന്ന കാര്യങ്ങൾ അതാണ്. അവര് ജ്ഞാനികളും വിവേകികളുമായിരുന്നു. അവർക്ക് ഇതിന്റെ ഒരു ആവശ്യകത തോന്നിയതേയില്ല. എന്താ, ആർക്കാ തോന്നിയത്? ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 26-ാം വാക്യത്തിൽ, അതേ പിതാവ്, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. 27-ാം വാക്യം പറയാണ്, എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. ആരാ അറിയുന്നത്? പുത്രൻ പിതാവിനെ അറിയുന്നു. പുത്രൻ പിതാവിനെ അറിയുന്നു. പിന്നെന്താണ്? പുത്രൻ പിതാവിനെ അറിയുന്നു. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവനും പിതാവിനെ അറിയുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, അതാണ് ഇവിടെ പറയുന്നത്. യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരുന്ന ആളുകൾക്ക് മാത്രമേ പിതാവിനെ അറിയാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു പുതിയ ഉടമ്പടിയുടെ അടയാളമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 28 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, അധ്വാനിക്കുന്നവരും
ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവാണ്. ഇതിന് ദൂര പ്രസംഗം കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ അല്ലേ? ഇവിടെ ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ലാംഗ്വേജിലേക്ക് ചെന്നാൽ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയാമോ? ഈ നമ്മൾ പറമ്പി അധ്വാനിക്കുന്നവരെ കുറിച്ചൊന്നും അല്ല ഇത് പറയുന്നത്. ഇവിടെ പറയുന്നത് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഠിന പ്രയത്നം ചെയ്യുന്ന മനുഷ്യർ. ഭാരം ചുമക്കുന്നവരെന്ന് പറഞ്ഞാൽ ആദാമ്യ പാപത്തിന്റെ ഭാരം ചുമക്കുന്നവർ. ഒറിജിനൽ ലാംഗ്വേജില കേട്ടോ. ആ അർത്ഥത്തിലാണ് ഇവിടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ ആശ്വസിപ്പിക്കും. പുതിയ ഉടമ്പടി എന്താ? പാപമോചനം. പാപത്തിന്റെ ചുമട് നിങ്ങളുടെ തോളിൽ നിന്ന് എടുത്തു മാറ്റുന്നതാണ് പുതിയ ഉടമ്പടി. എന്നിട്ട് പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവാകും. അവിടെ ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. പാപത്തിന്റെ ചുമട് നിങ്ങൾ ചുമക്കണോ അതോ ശിഷ്യത്വത്തിന്റെ ചുമട് ചുമക്കണോ? അതാണ് അവിടുത്തെ ചോദ്യം. പാപത്തിന്റെ ചുമട് ഭാരമേറിയ ചുമടാണ്, പക്ഷെ ശിഷ്യത്വത്തിന്റെ ചുമട് ലഘുവായ ചുമടാണ്. കർത്താവ് വേറെ രീതിയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ശിഷ്യത്വത്തിന്റെ ചുമട് ചുമക്കാൻ, ശിഷ്യത്വത്തിന്റെ നുകം നമ്മുടെ കഴുത്തിൽ വെക്കാൻ കർത്താവ് തരുന്ന ഒരു ആഹ്വാനമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഞാൻ പറയട്ടെ. യഹൂദന്മാർ കർത്താവിനെ വിശ്വസിച്ചില്ല, കർത്താവിനെ തള്ളിക്കളഞ്ഞു, അവര് കർത്താവിനെ ഉപേക്ഷിച്ചു. യോഹന്നാൻ സ്നാപകന് പോലും സംശയം ഉണ്ടായി. യഹൂദന്മാര് അനുദപിച്ചില്ല, മാനസാന്തരപ്പെട്ടില്ല. പട്ടണങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് കർത്താവ് അവയെ ശാസിക്കുന്നുണ്ട്. എന്നാൽ വ്യക്തികളെ അഡ്രസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇനി എന്നിൽ വിശ്വസിക്കുന്ന ശിശുക്കൾ, കുഞ്ഞുങ്ങൾ, ജ്ഞാനമില്ലാത്തവർ, വിവേകമില്ലാത്തവർ, സാധാരണക്കാർ, നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു നുകം വയ്ക്കുന്നു. ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? അതാണ് കർത്താവിന്റെ ചോദ്യം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ശിരസുകളെ ദൈവത്തിൽ കുനിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ നുകം മൃദുവാണ്, ലഘുവാണ്. ഏത് നുകം ചുമക്കും? ശിഷ്യത്വത്തിന്റെ ചുമട് ചുമക്കുമോ അതോ പാപത്തിന്റെ ചുമട് ചുമക്കുമോ? കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗം നമ്മെല്ലാവരെയും സഹായിക്കണമേ. പ്രാർത്ഥിക്കാം.